സച്ചുട്ടിയും ചിന്നുട്ടിയും എന്ത് ചെയ്യുക? ആ, നമ്മുടെ ബറാബ ഫ്രൂട്ട്സ് മൊത്തം പഴുത്തൂലേ? ഇതിന് പുളി മധുരമുണ്ട്, പുളിയുണ്ട്. മധുരമാണോ കൂടുതൽ, പുളിയാണോ കൂടുതൽ? പുളിയാ? നല്ല പുളി തോന്നിക്കുന്നുണ്ടോ? എന്നാൽ ഞാനൊരു സാധനം തരാം. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഈ മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ട് ബറാബ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കിയേ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഇതാണ് ബറാബ ഫ്രൂട്ട്. കണ്ടോ, ചെറിയ ചെടിയാണ്, പക്ഷെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. ഞാനടുത്ത് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ഗ്രീന് പിന്നെ യെല്ലോ കളറായിട്ട് വരും. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഈ വർഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എണ്ണം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് വലുപ്പത്തിന് ഇപ്രാവശ്യം ചെറിയൊരു കുറവുണ്ട്. ഫ്രൂട്ട് കഴിച്ചോ? ആ, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഏത് പുളിയുള്ള സാധനം കഴിച്ചാലും നമുക്ക് മധുരം ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഡെയിലി ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് ബറാബ കഴിക്കാം, പിന്നെ ചെറുനാരങ്ങയൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബറാബ ഫ്രൂട്ടൊക്കെ പറിച്ചിട്ട് പോരെ, നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കാം. ഓക്കെ ഗൈസ്.